ഇത്തവണത്തെ ഓണസദ്യക്ക് വളരെ എളുപ്പത്തിൽ നല്ല രുചികരമായിട്ടുള്ള നുറുക്ക് ഗോതമ്പ് പായസം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കിയാലോ? ഈ ഒരു അളവിൽ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ സദ്യ ദിവസമാണെങ്കിൽ നമുക്കൊരു 4-5 പേർക്ക് കുടിക്കാവുന്ന ക്വാണ്ടിറ്റി ഉണ്ട്. അതിനായിട്ട് അരക്കപ്പ് നുറുക്ക് ഗോതമ്പ് നല്ല വൃത്തിയായിട്ട് കഴുകിയ ശേഷം 1/4 കപ്പ് വെള്ളവും കൂടി ചേർത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചൊരു 3-4 വിസിലൊന്ന് വേവിച്ചെടുക്കണേ. ഗോതമ്പ് നമ്മൾ അങ്ങനെ കുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത് വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു 1/4 കപ്പ് ശർക്കര 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഉരുക്കിയെടുക്കണം കേട്ടോ. ഇനി ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ട് ഈ വെന്ത് വന്ന ഗോതമ്പ് ഒന്ന് വരട്ടിയെടുക്കണം കേട്ടോ. ഗോതമ്പ് നന്നായിട്ട് വെന്ത ശേഷം മാത്രമേ ശർക്കര ചേർക്കാവുള്ളേ. ആ ഗോതമ്പിലെ വെള്ളമായി ഒക്കെ ഒന്ന് പോയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലോട്ട് ഉരുക്കി വെച്ചേക്കുന്ന ശർക്കര 2 പ്രാവശ്യമായിട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ശർക്കര ഇത്രയും വെള്ളം ചേർത്ത് ഉരുക്കിയത് നമ്മുടെ ഗോതമ്പ് ഈ ശർക്കരപ്പാനി കിടന്ന് നല്ലതുപോലെ അങ്ങ് തിളച്ചതങ്ങ് കുടിക്കണം കേട്ടോ. എന്നാലേ ആ ഗോതമ്പിനകത്തോട്ട് ആ മധുരം പിടിക്കത്തുള്ളേ. ശർക്കര ചേർത്ത് നല്ലപോലെ കുറുകി വരുമ്പം ഒരു മീഡിയം സൈസുള്ള തേങ്ങയുടെ 2/2 പാല് ചേർത്ത് ഒന്ന് കുറുക്കിയെടുക്കണം. ഇതിനകത്തോട്ട് ഒരു ശകല ഉപ്പും പിന്നെ ചുക്കും ജീരകവും വേലക്കയും കൂടെ പൊടിച്ച് വെച്ചും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി 1/4 പാലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് നെയ്യിൽ വറുത്ത കാഷ്യൂനട്ടും മുന്തിരിയും തേങ്ങാക്കൊത്തും കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാവേ. അപ്പത്തേ നമ്മുടെ പായസം റെഡി. ഈ പായസം അങ്ങ് ഇരിക്കും തോറും കുറുകി വരും കേട്ടോ. അതുകൊണ്ട് ആദ്യമേ തന്നെ ഒത്തിരി അങ്ങ് കുറുക്കാൻ നിൽക്കല്ലേ. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്തൊരു ഓണ വിഭവമായിട്ട് വീണ്ടും കാണാം.